മേഘ, സംസ്ഥാന നിയമസഭയിൽ ഇടം നേടിയ 3 BJP MLA മാർ നമ്മുടെ കേരളത്തിലുണ്ട്. ഇപ്പോൾ അവരുടെ പ്രാതിനിധ്യം കൂടുതൽ വർദ്ധിപ്പിക്കാനായി കേരളത്തിൽ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി മിഷൻ 2029 എന്ന ഒരു ലക്ഷ്യത്തിലേക്ക് കാലെടുത്ത് വയ്ക്കാനുള്ള ഒരുക്കത്തിലാണ്. അതായത് നമ്മുടെ ഇനി വരാൻ പോകുന്ന പാർലമെന്റിൽ ഒരു സീറ്റിനേക്കാൾ അല്ലെങ്കിൽ 2-3 സീറ്റ് ഉന്നം വെച്ച് വയ്ക്കുകയും കൂടാതെ 30 ലക്ഷത്തിലധികം വോട്ട് ഷെയർ കൂട്ടാനും ഉള്ള ഒരു പദ്ധതിയാണ് ഈ ഒരു മിഷൻ 2029 എന്ന ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇത് നമ്മുടെ കേരളത്തിൽ നടക്കുമോ? നടക്കാനും മഴ പെയ്യാനും മഴ പെയ്യാതിരിക്കാനും സാധ്യതയുണ്ടെന്ന് പറയുന്നത് പോലെ നടക്കാനും നടക്കാതിരിക്കാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ BJP വോട്ടുകളായി മാറിയിട്ടുള്ളത് ഒന്നുകിൽ അതൊരു ഡീലിന്റെ ഭാഗമായിരിക്കാം, അല്ലെങ്കിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ 3 സീറ്റുകളും ലഭിച്ചതെന്ന് നമുക്ക് മനസ്സിലാകും. ഈ പറഞ്ഞ 3 സീറ്റുകളും LDFന്റെ കോട്ടകളായിരുന്നു. അതിൽ നിന്നാണ് BJPയിലേക്ക് ചേക്കേറിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത തവണ ഒരു ഈ പറഞ്ഞ ഭരണവിരുദ്ധ വികാരം ഇത്രയേറെ ശക്തമായി ഉണ്ടാകണമെന്നില്ല. അപ്പോൾ അതൊരു കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇവർ ലക്ഷ്യം വെക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ ട്രെൻഡ് എന്ന് പറയുന്നത് BJPയെ എങ്ങനെയൊക്കെ അടുപ്പിക്കാതിരിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ്. ഇപ്പോൾ കേന്ദ്രത്തിൽ BJP എന്ന വലിയ ശക്തിയെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി പ്രബലരായി നിൽക്കുന്ന BJP എന്ന ശക്തിയെ എങ്ങനെയും താഴെയിറക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് മലയാളികൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളെ കൊണ്ടാകുന്ന 20 സീറ്റെങ്കിൽ 20 സീറ്റ് അതിൽ BJP ഉണ്ടാകില്ലെന്ന് ഞങ്ങൾ ഉറപ്പുവരുത്തുമെന്നുള്ള കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടന്ന ക്യാമ്പയിനുകൾ നമ്മൾ കണ്ടതാണ്. ഒരിക്കലും നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു BJP കാൻഡിഡേറ്റ് ഉണ്ടാകില്ല. ഈ പറഞ്ഞ വർഗീയ ശക്തികളെ എതിർക്കാൻ ഇവിടെ കേരളത്തിൽ ഞങ്ങൾ ഒറ്റക്കെട്ടാണ് എന്ന് പറഞ്ഞ മലയാളികളെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ പറഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് പോസിബിൾ അല്ല എന്നുള്ളതാണ് ഒരു കാര്യം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ പോലും ഈ 3 സീറ്റ് എന്നുള്ളത് ഉയരാനുള്ള സാധ്യതയും കുറവാണെന്നാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിലയിരുത്താൻ സാധിക്കുന്നത്. ഈ അവസാന നിമിഷം പഠിക്കൽ കൊണ്ട് കലമുടയ്ക്കുന്ന പ്രശ്നമാണ്, ഒരു പ്രത്യേകതയുള്ളവരാണ് ഇവരെല്ലാം. ഇപ്പോൾ പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ വലിയ രീതിയിലുള്ള പ്രചാരണം നടത്തുന്നു. തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മുൻപ് എന്ത് തരത്തിലുള്ള പ്രചാരണമാണ് നടത്തിയത്, എത്ര രൂപയുടെ പ്രചാരണമാണ് നടത്തിയത് എന്നുള്ള കാര്യം പുറത്തു വരുന്നു. ആ കഥ എവിടെ കഴിയുന്നു? ശോഭാ സുരേന്ദ്രൻ പരാജയപ്പെടുന്നൊരു സാഹചര്യം നമ്മൾ കാണുന്നു. വീണ്ടും നിയമത്തേക്ക് വരികയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ എങ്ങനെയാണ് വിജയിച്ചത്? അവിടെ എത്ര കോടികൾ ഇറക്കിയാണ് കളിച്ചതെന്നും എത്ര കോടിയുടെ പണമിടപാടാണ് അവിടെ നടന്നത്. അല്ലാതെ പണം കൊണ്ടാണ് ജയിച്ചിട്ടുള്ളത്. ഇപ്പോൾ നിയമസഭ BJP മിഷൻ 2029 യെസ്, അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരുദ്ദേശിക്കുന്നത് ഇപ്പോൾ കിട്ടിയതിനേക്കാളും 30 ലക്ഷം അധികം വോട്ടുകളും ഇപ്പോൾ ഉള്ളതിനേക്കാളും ലോക്സഭാ സീറ്റുകളുടെ വർധനവാണ് ഉദ്ദേശിക്കുന്നത്. ഞാനൊരു റിപ്പോർട്ട് വായിക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 24.66 ലക്ഷം വോട്ടുകൾ നേടി വോട്ട് വിഹിതം ഗണ്യമായി വർദ്ധിപ്പിക്കാൻ BJPക്ക് ഇപ്പോൾ സാധിച്ചിട്ടുണ്ട്. സരൾ ആപ്പ് വഴിയുള്ള ഡിജിറ്റൽ നിർദ്ദേശങ്ങൾ, 72 പേജുകളുള്ള ഹാൻഡ്ബുക്ക്, ഏരിയ ജനറൽ സെക്രട്ടറി റാങ്കിന് മുകളിലുള്ള നേതാക്കൾക്കായി 24 മണിക്കൂർ നിർബന്ധിത റെസിഡൻഷ്യൽ ക്യാമ്പുകൾ എന്നിവയാണ് മിഷൻ 2021 ഭാഗമായി ഒരുക്കിയിരിക്കുന്നത്. 24 ലക്ഷത്തിലധികം വോട്ട് വിഹിതം വർദ്ധിച്ചിട്ടുണ്ട്. ഇനി 30 ലക്ഷം വോട്ടുകളാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പ്രതികൂലമായി നിൽക്കുന്ന ഫാക്ടറുകളെ പറ്റി കൃത്യമായി പഠനം നടത്തുന്നതാണ് നല്ലത്. പിന്നെ BJPയുടെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, മഴ പെയ്യാനും മഴ പെയ്യാതിരിക്കാനും സാധ്യതയുണ്ടെന്ന് പറയുന്നത് പോലെ നമ്മുടെയൊക്കെ എൻ്റെ ആഷിക്കിൻ്റെയും ഈ പറഞ്ഞ സ്കൂൾ കാലഘട്ടങ്ങളിൽ അപ്പോഴും TV ഒക്കെ കാണുമ്പോൾ നമ്മൾ ന്യൂസ് ഒക്കെ കാണുന്നതല്ലേ, എത്ര BJP നേതാക്കളുടെ പേര് നമുക്കറിയാമായിരുന്നു. ഇപ്പോൾ ഇലക്ഷന്റെ വോട്ടെണ്ണുന്ന ദിവസം ടിവിയിൽ നോക്കിയിരിക്കുമ്പോൾ LDF ആണോ UDF ആണോ ലീഡ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ആ 2 കോളം മാത്രമേ നോക്കുള്ളൂ, മറ്റേതിനെ കുറിച്ച് നമ്മൾ ബോധരാവുന്നില്ല. അതെ, BJPക്ക് അവിടെ സ്പേസ് ഉണ്ട് എന്ന് പോലും അറിയില്ല. നമുക്ക് പോട്ടെ, നമ്മൾ ഈ പറഞ്ഞ പ്രാദേശിക തലത്തിൽ വീടിന് അടുത്തും പുറത്തും ഒക്കെ നമ്മൾ ഇടപഴകുമ്പോൾ എത്ര BJP പ്രവർത്തകരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ നിന്നൊരു 10-15 വർഷം ഇപ്പുറത്ത് വന്ന് നിൽക്കുമ്പോൾ എവിടെ തിരിഞ്ഞാലും ഒരു BJP പ്രവർത്തകനെ കാണുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവരതിനെ വളർത്തി എത്തിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല. അതിന് കൃത്യമായ പണമൊഴുക്ക് നടന്നിട്ടുണ്ട്. പല മണ്ഡലങ്ങളിലും ഒരു വോട്ടിന് 5000 രൂപ വെച്ച് കൊടുത്തു എന്നുള്ള ആരോപണങ്ങൾ പോലും, ഇതിന് കൃത്യമായ തെളിവുകൾ ഇല്ലാത്തത് കൊണ്ട് മാത്രം നമുക്കിത് പുറത്തു പറയാൻ കഴിയില്ല എന്നേ ഉള്ളൂ.
ഇത്തരത്തിലുള്ള ആരോപണങ്ങളും ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ഭരിക്കുന്നു. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഇപ്പോൾ LDF ഭരിച്ചിരുന്ന LDFന്റെ കുത്തകയായിരുന്ന ഒരു കോർപ്പറേഷൻ അവരുടെ അനാസ്ഥ മൂലം BJPയിലേക്ക് പോകുന്നു. അപ്പൊ നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്, അവരെന്താണ് ചെയ്യുന്നത് നമുക്ക് നോക്കാലോ. നല്ലൊരു ഭരണസമിതിയാണ് ഉണ്ടാകുന്നതെങ്കിലോ. ഇതുപോലൊരു നാണം കെട്ട സാഹചര്യം കേരള രാഷ്ട്രീയത്തിൽ മുൻപ് നിയമസഭയിൽ ഉണ്ടായിട്ടുണ്ട്, ശിവൻകുട്ടിയുടെ കാലത്ത് ടേബിളിന്റെ മുകളിൽ ഡാൻസ് കളിച്ചപ്പോൾ. പക്ഷെ അതിനുശേഷം എനിക്ക് തോന്നുന്നു എന്തൊക്കെ നാടകങ്ങളാണ് കാണേണ്ടി വന്നത്. ഇപ്പോ അത്രയും നല്ലൊരു പൊസിഷനിൽ ഇരുന്നു കൊണ്ട് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ, അതുപോലെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണെന്ന് കൂടി ആലോചിക്കുമ്പോൾ എന്താണ് പറയേണ്ടത് എന്നുള്ളതാണ്. പിന്നെ അതിന്റെ ഇടയിൽ കൂടി കാലൊടിഞ്ഞ നാടകവും പ്ലാസ്റ്റർ ഇട്ട കാലൊടിഞ്ഞ നാടകവും, അങ്ങനെ എത്ര നാടകങ്ങൾ കണ്ടു. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ ജനത ഇത് വീക്ഷിക്കുന്നുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ എങ്ങനെയാണ് പോകുന്നതെന്ന് ജനം വീക്ഷിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ പ്രവർത്തനങ്ങൾ കൃത്യമായി പോകുന്നുണ്ടോ, മാനേജ്മെന്റ് കൃത്യമായിട്ട് തന്നെയാണോ കാര്യങ്ങൾ മാനേജ് ചെയ്തു പോകുന്നത്, ഈ കാര്യങ്ങളെല്ലാം കേരളം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മാതൃക മുന്നോട്ട് വെച്ചാണോ നിങ്ങൾ കൂടുതൽ ലോക്സഭാ സീറ്റുകൾ അല്ലെങ്കിൽ സീറ്റുകൾ നേടണമെന്ന ആഗ്രഹവുമായി മുന്നോട്ട് വയ്ക്കുന്നത്? 30 ലക്ഷം വോട്ടുകൾ കൂടുമെന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അതോ ഈ പറയുന്നത് പോലെ ഈ വോട്ടർ മെഷീനിൽ തിരിമറി കാണിക്കാനാണോ ഉദ്ദേശം എന്ന് ചോദിക്കേണ്ടി വരും. പക്ഷെ കേരളം പോലെ സംസ്ഥാനത്ത് അത് നടക്കില്ല. എന്നിരുന്നാൽ തന്നെയും BJPയുടെ വളർച്ച എന്ന് പറയുന്നത് വരും ദിവസങ്ങളിൽ, ഇപ്പോൾ 3 വർഷം മുൻപ് ഇവർ ഈ പറഞ്ഞ തയ്യാറെടുപ്പുകൾ ആരംഭിക്കുകയാണ്. അപ്പോൾ അതിനെ കുറച്ച് കാണാനും കഴിയില്ല. പക്ഷേ മറ്റൊരു കാര്യം കൂടി മേഘ ഇതിന്റെ കൂടെ പറയണം. അതായത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് CPM CPI പാർട്ടികളിൽ നിന്നായി ഒരുപാട് പ്രവർത്തകർ കമ്മ്യൂണിസ്റ്റുകാരായി, അതായത് വർഷങ്ങളായി കമ്മ്യൂണിസ്റ്റുകളായിരുന്ന ഒരുപാട് പേർ BJP പാളയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൽ ഇടുക്കി, തൃശ്ശൂർ നാട്ടിക കൂടാതെ വൈക്കം, ഈ 3 മണ്ഡലങ്ങളിൽ മുൻ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു NDAയുടെ സ്ഥാനാർത്ഥിമാർ. അതായത് CC മുകുന്ദൻ, രാജേന്ദ്രൻ കൂടാതെ അജിത് കുമാർ. ഈ അജിത് കുമാർ, CC മുകുന്ദൻ, അത് കൂടാതെ രാജേന്ദ്രൻ, ഇവർ 3 പേരും അതേ മണ്ഡലത്തിലെ പഴയ MLA-മാരായിരുന്നു. ഇവരെ എങ്ങനെയൊക്കെയോ അല്ലെങ്കിൽ സ്വാധീനിക്കാവുന്നതിൻ്റെ രീതിയിൽ സ്വാധീനിച്ച് ഇവരെ BJP പാളയത്തിൽ എത്തിച്ച് അവർ വഴി അവരുടെ അനുയായികളെ BJP പാളയത്തിലേക്ക് എത്തിക്കുന്നു. ഇതുമൂലം വർദ്ധിച്ച ഒരു വോട്ട് ഷെയർ ആണ്. അല്ലെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ 24.66 ലക്ഷം എന്നാ പറഞ്ഞ ആ ഒരു വോട്ടിന്റെ ആ ഒരു ഇൻക്രീസ്, ആ ഒരു ഇൻക്രീസിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചത് ഈ CPM CPI വിട്ട പ്രധാനപ്പെട്ട നേതാക്കളും അവരുടെ അനുയായികളും ഈ BJPയിൽ ചെന്ന് കയറുന്നതാണ്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് ഞാൻ വിശ്വസിക്കുന്നത് LDFനും UDFനും ഇല്ലാത്ത ഒരു കാര്യം BJPക്കുണ്ട്. അതെന്താണ്? പണമാണ്. പണം കൊടുത്ത് എന്തിനേയും സെറ്റിൽ ചെയ്യാൻ കഴിയും എന്നുള്ള വിശ്വാസം BJPക്കുണ്ട്. ഈ പോയ എല്ലാ നേതാക്കൾക്കും ഈ പറയുന്ന പോലെ പുറത്തു കാണിക്കാൻ തെളിവുകൾ ഉണ്ടാവില്ല, പക്ഷെ അവർക്കെല്ലാം കോടികളുടെ സെറ്റിൽമെന്റ് നടന്നു എന്നുള്ള ഒരു വാർത്തകൾ പുറത്തു വരുന്നു. സ്വാഭാവികമായിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ ഒരു പാർട്ടിയിൽ ബുദ്ധിമുട്ടാകുന്നു, ഒരു പാർട്ടിയുമായി ചേർന്ന് പോകാൻ പ്രശ്നമുണ്ടാകുന്നു. ഇപ്പൊ CPM എന്ന പാർട്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ സ്വന്തമായിട്ട് അഭിപ്രായം പോലും പറയാൻ പറ്റാത്തൊരു പാർട്ടിയിൽ നിൽക്കുന്നവർക്ക് 2 കോടി രൂപ വാഗ്ദാനം ചെയ്ത് നിങ്ങൾ ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യരത് ചെയ്തു പോകും. പണത്തോട് ആർത്തിയുണ്ട് അല്ലെങ്കിൽ നിൽക്കുന്ന പ്രസ്ഥാനത്തോട് അതൃപ്തി ഉണ്ടെങ്കിൽ അത് ചെയ്തു പോകും. അത് ആ പാർട്ടി, 2 പാർട്ടികളെയും ബ്ലെയിം ചെയ്യേണ്ടിയിരിക്കും. നിങ്ങളുടെ പ്രവർത്തകരെ സംതൃപ്തരാക്കി നിർത്താൻ പറ്റാത്തത് ഇടതുപക്ഷ പാർട്ടി എന്ന നിലയിൽ നിങ്ങളുടെ പരാജയവും പണം കൊടുത്ത് മനുഷ്യരെ വാങ്ങിക്കാതിരിക്കുക എന്നുള്ളത് നിങ്ങളുടെ ധാർമ്മികതയുമാകണം. അപ്പോൾ മാത്രമേ ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ സെറ്റിൽമെന്റ് രാഷ്ട്രീയം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. പല മണ്ഡലങ്ങളിലും ഡീലുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് പറയുന്നത്, നമുക്ക് ഇപ്പൊ BJP ഒന്ന് വിചാരിച്ചാൽ ശോഭാ സുരേന്ദ്രന് പാലക്കാട് വിജയിക്കണമെന്ന് വാശിയുടെ പുറത്താണ് പണം കൊണ്ട് സെറ്റിൽ ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷെ അത് എന്തായി തീർന്നു എന്ന് നമ്മൾ കണ്ടതാണ്. ഒരുപാട് നാൾ ഇതിങ്ങനെ ശോഭിച്ച് നിൽക്കില്ല, ഈ പറഞ്ഞ കള്ളത്തരങ്ങളും എല്ലാം. ഈ പണത്തിന്റെ സെറ്റിൽമെന്റിന്റെ മറ്റൊരു ഉദാഹരണം ഞാൻ പറയാം. അതായത് കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ ഇലക്ഷൻ, അതായത് അതിൽ ഒരു പഞ്ചായത്ത് മെമ്പർക്ക് 15 ലക്ഷം രൂപയാണ് BJP നൽകിയത്. അങ്ങനെ 10-11 പേരടങ്ങുന്ന ഒരു ഭരണസമിതിയെ BJP ഹൈജാക്ക് ചെയ്ത് അവരുടെ കൂടെ പക്ഷത്തിൽ ചേർത്ത് ആ ഒരു ഭരണം അട്ടിമറിച്ച ഒരു പാർട്ടിയാണ്. അത് നമ്മുടെ കേരളത്തിലാണെന്നുള്ളത് മറക്കരുത്.
അപ്പോൾ ഇത്രയേറെ, അതായത് പണത്തിൻ്റെയും മാനിപ്പുലേഷൻ്റെയും ഒരു സ്വാധീനത്തിൽ കേരളത്തിൽ അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ തങ്ങളുടേതായിട്ടുള്ള ഒരു ഇടം കണ്ടെത്തിയ BJPക്ക് ഒരു പക്ഷേ 2029 ടാർഗറ്റ് അച്ചീവ് ചെയ്താൽ നമ്മുടെ കേരളം കാണാൻ പോകുന്നത് ഏറ്റവും വലിയൊരു ദുരന്ത മുഖമായിരിക്കും.